രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ഞങ്ങൾക്കവശതകൾ തീർക്കണമനുനിമിഷം. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരേ, കൃപയും മോചനവും ഞങ്ങൾ നേരിടുവാൻ നിതരാ പ്രാർത്ഥിക്കുന്നു. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിലമർന്നു. മങ്ങിയുരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൽ. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ. ലയമിയലാത്തോരുന്നതമോസ്ലേ പ്രാപിപ്പതിനാ പ്രകാശമതിച്ചു വിധിയുടെ ദിവസം നിശികാരാരൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മ
അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരിലേക്കിനുവൻ നമ്പരമധ്യേ നിരച്ചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ പ്രാർത്ഥിക്കണമേ. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ KV ജോസഫ് സാറിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ റോസിമ, അതുപോലെ മറ്റായ റോസൻ, സൂസൻ, ഓപ്ഷൻ എന്നിവർക്ക് എല്ലാവരുടെ പേരിൽ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ കലാകാരന്മാരുടെ പ്രത്യേകമായിട്ട് അനുശോചനം പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ വളരെ കാലം എനിക്കറിയാം. കാരണം ഏതാണ്ട് ഒരേ നാട്ടിൽ ജനിച്ചു വളർന്നവർ. ഞങ്ങൾ സാധാരണയായി കാണുമ്പോൾ പല കാര്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വേറെ എവിടെയും കേൾക്കാനുണ്ടെങ്കിൽ സാറും അച്ഛനും ഒക്കെ അത്രമാത്രം സൗഹൃദം KV ജോസഫുമായിട്ട് ഉണ്ടായി. കണിയാൻകുന്ന് എന്ന പുരാതനമായ ആഠ്യത്വമൃഗത്തിൽ 67 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചവനാണല്ലോ KV ജോസഫ്. അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ സാമൂഹ്യ ജീവിതവും ഔദ്യോഗിക ജീവിതവും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും വിശിഷ്ട സേവാമേഖലകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ മെഡൽ സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഐസ്നാസിന്റെ പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം അതിലൊരു ഭാഗം ഇങ്ങനെയാണല്ലോ: He will reward me for what I do. പ്രവാചകന് തൻ്റെ ജീവിതം വ്യർത്ഥമായെന്നും താൻ ചെയ്തതൊക്കെ അർത്ഥമില്ലാത്തത് എന്നും തോന്നിക്കഴിഞ്ഞപ്പോൾ അവസാന അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ്, അങ്ങനെയൊന്നുമല്ല, ദൈവം എനിക്ക് എൻ്റെ സമ്മാനം നൽകും. ദൈവത്തിൽ നിന്ന് സമ്മാനം മേടിക്കാൻ എൻ്റെ ജീവിതം ഉപകരിച്ചു എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുകയാണ്. ഇത് തന്നെയാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ തിരുവചനം ഇതുപോലെയാണ്: എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുമെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ. അങ്ങനെ അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, എനിക്കായി കരുതപ്പെട്ടിരിക്കുന്ന സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്. നമ്മളിന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും അഭിമാനത്തോടെ അദ്ദേഹത്തെ പറഞ്ഞിരിക്കുകയാണ്. ദുഃഖമുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സമൂഹത്തിൽ നിന്നും മാതൃകാപരമായ പൊതുജീവിതം, ഔദ്യോഗിക ജീവിതം ചെലവഴിച്ച ഒരു വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ടോടുകൂടി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ദുഃഖമുണ്ടെന്ന്. യോഹന്നാന സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ ചിന്തിക്കുന്ന ഒരു കാര്യം. 13-ാം അധ്യായം യോഹന്നാന സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് ഞാൻ ഒരു രാത്രി കഴിയുമ്പോൾ, ഈ രാത്രി കഴിയുമ്പോൾ നാളെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്ന് പറയുക.
14-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവര് ദുഃഖിതരാണ്. ഇത് കേട്ട ശിഷ്യന്മാർ ദുഃഖിതരാണ്. അങ്ങനെ കേട്ട ശിഷ്യന്മാർ ദുഃഖിതരായപ്പോൾ രണ്ട് കാര്യങ്ങൾ, തെയോളജിക്കലി ഡെപ്തുള്ള രണ്ട് കൊച്ചു കാര്യങ്ങൾ, അതായത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ അടിവരയിട്ട് പറഞ്ഞു. ഞാൻ പോകുമെന്ന് പറയുന്നത് ശരിയാണ്. വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കരുത്. പിന്നെ പറഞ്ഞു, ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുക. ഞാൻ മരിക്കുമെന്നും ഞാൻ മരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും മരിക്കുമെന്നും അങ്ങനെ മരിക്കുന്ന ഓരോരുത്തരെയും കൊണ്ടുപോകാൻ വേണ്ടി സമാനവുമായി ഞാൻ വരുമെന്നും അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈശോയുടെ വാക്കുകളാണ്. കാരണം എങ്ങനെയാണ് സമ്മാനം ലഭിക്കുക? അങ്ങനെ സമ്മാനത്തിനർഹനായി ഈശോ സന്ദർശിച്ച അവസരമാണ് കെ.വി. ജോസഫ് സാറിനെ ഏതാനും അദ്ദേഹത്തിന്റെ സമ്മാനവുമായി ഈശോ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. കാരണം മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ തിരുവചനത്തില് ഇടയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് 34-ാമത്തെ തിരുവചനം ഇങ്ങനെയാണല്ലോ: അനുഗ്രഹിക്കപ്പെട്ടവരെ വരുമെന്ന് പറഞ്ഞിട്ട് 35-ാമത്തെ തിരുവചനം അതിന്റെ കാരണം പറയുന്നു. വിഷ്ണു ദാരിദ്ര്യ പരദേശിയായിരുന്നു, നഗ്നനായിരുന്നു, രോഗിയായിരുന്നു. ആര്? ഞാൻ. ഈ അവസരത്തിലൊക്കെ നിങ്ങളെ സഹായിച്ചു. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കെ.വി. ജോസഫ് സാർ എനിക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം, കൈ തുറന്ന് രോഗികളെയും നിർദ്ധനരെയും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായം കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറയും, ഇത് ഞാൻ തന്നതാണ് ആരോടും പറയും. ഇത് ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തെന്ന ആരും അറിയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പരസ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന അവസരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ തന്നതാണെന്ന് ആരും അറിയാതെ സഹായിച്ച ഒരു വ്യക്തിയാണ്. കാരണം മത്തായി സുവിശേഷം 6-ാമത്തെ തിരുവചനം എങ്ങനെയാണല്ലോ: നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ അറിയാതിരിക്കട്ടെ. വലത്തുകൈ ചെയ്യുന്നത് ഇടത്തുകൈ പോലും അറിയാത്ത രീതിയിൽ കൈയരിച്ച് ചുറ്റുമുള്ളവരെ അവരുടെ ആവശ്യത്തിന് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം സമ്മാനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ സമ്മാനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. ആ സ്പോർട്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം ജീവിതത്തിന്റെ ഓരോ പടവുകൾ കയറുമ്പോൾ ട്രാക്ക് തെറ്റാതെ എങ്ങനെ ആ സ്പോർട്സ്മാൻഷിപ്പോടുകൂടി നിയമം തെറ്റിക്കാതെ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച്, സ്റ്റേറ്റിന്റെ പ്രമാണത്തിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മരണം കൊണ്ട് ഒരു കാരണവശാലും ജീവിതം അവസാനിക്കുമെന്ന് ഒരു ക്രൈസ്തവൻ വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വ്യത്യാസം. ഈ ജീവിതം തീരുമ്പോൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമെന്നും അങ്ങനെ കടക്കുമ്പോൾ ദൈവം പ്രത്യേകം നൽകി വെച്ചിരിക്കുന്ന സമ്മാനം നമുക്ക് ലഭിക്കുമെന്നുള്ള വലിയ വിശ്വാസവും ഉറപ്പുമാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ അവസാന പുസ്തകമായ റെവലേഷന്റെ അവസാന അധ്യായത്തില് 12-13 തിരുവചനം ഇങ്ങനെയാണല്ലോ: ദൈവം പറയുന്നു, ഞാൻ വേഗം മാത്രമല്ല എൻ്റെ സമ്മാനവും ഞാൻ കൊടുക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ.വി. ജോസഫ് സാറിന്, ഈശോയെ നീ വേഗം വരണമെന്നും നീ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം അത് സ്റ്റേറ്റും നമ്മുടെ രാഷ്ട്രവും നൽകിയതിനുപരിയാണ് നൽകണമെന്നും ഞങ്ങൾ പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന അതാണ്. ദൈവം നൽകുന്ന സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കുറവുകൾ പരിഹരിക്കുന്നതിനായിരുന്നു ആ കുറവുകൾ പരിഹരിച്ച് അദ്ദേഹത്തെ നിത്യഭാഗത്തിലേക്ക് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം.
ഒരിക്കൽ കൂടി കണിയാൻ കുടുംബത്തിനും മക്കൾക്കും താരിഖിനും അതുപോലെ ഹോസമ്മയുടെ കുടുംബമായ പാലക്കൽ കുടുംബങ്ങൾക്കും സഹോദരന്മാർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള ഞങ്ങളുടെ ആശംസകളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സാറിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വലിയൊരു അപ്രീസിയേഷൻ സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ദൈവം അദ്ദേഹത്തെ നിത്യഭാഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരെയും ദൈവം തൊട്ട് അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മറ്റു കൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെയ്യുകയും
പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വകരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു കാര്യം ശ്രദ്ധിക്കുക, പള്ളിമുറ്റത്ത് വെച്ച് പോലീസിൻ്റെ ഗാർഡ് ഫോളോറുണ്ട്. അതിനുശേഷമാണ് സെമിത്തേരിയിലേക്ക് പോകുന്നത്. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. ദുഃഖാനത്തിൽ സ്വർഗം തന്നിൽ ദൂതങ്ങളൊക്കെ രാജിക്കുന്നു.
Silence! Out! Group of it. Go! Out! Group of it. Order! Out! Group of it. Unloading. Position. Group of it. 1 round. Load. Fence. Group of it. Olive. Fire. Down. Load. Fence. Group of it. Olive. Fire. Down. Reload. Fence. Group of it. Olive. Fire. Down. Load. Update. Order. Up. Update. Bennett is pick up करके update. Then turn. Update. Break off. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ സന്ദേശം. അയാൾശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. അവനെ മനോഹരനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശ്രമങ്ങളുള്ള എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദീസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും
വിശുദ്ധാധാരത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വപാകനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിൽ എന്നെ കഴുകുക, ഞാൻ അതിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനും കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ഞാൻ നിർമ്മലനാകും. നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവിനായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. എന്നളിച്ചിത സകലത്തിന്റെ നാദനാരവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ ബലത്വഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നതനാ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഈ സമയം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. രണ്ട് ലൈനായി വന്ന് അന്തിമോപചാരം അർപ്പിച്ച് സൈനിലൂടെ കടന്നു പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കർത്താവേ, നിൻ കുരിശിനാൽ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയതിൻ്റെതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായസ്സും. പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. സന്തോഷതലവാനന്ദിക്കും കർത്താവേ, നിശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിസ്തുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എല്ലാവരും ശേഷില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാകളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനൊടിക്കുന്നു. മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു.
നിരവധിയാമെൻകാരങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായെ മൃഗനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. മുതൽ നയിക്കുവാമേ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻകൃപ കേൾക്കണമേ. ഭാവിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഹമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താക്കനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവർ രാജ്യം നേടും. മനുഷ്യരു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും. മനുഷ്യരു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും. മനുഷ്യരു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും. മനുഷ്യരു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നതു കേൾക്കും. മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും. മനുഷ്യനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീക്കുവാമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ഉല്ലാസം നേർപ്പിച്ച കർത്താവ്, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമാർക്കും മഹിമാ നിത്യജീവനമകെ സ്വർഗരാജ്യമാകുന്ന ഓസ്വത്തേക്ക്
ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവേ, ബഹുമാനപ്പെട്ട പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, രാഷ്ട്രീയ അധികാരികളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നന്ദിയുടെ ഒരു വാക്ക് പറയേണ്ടത് വളരെ ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുക. നമ്മുടെ ഔസേപ്പച്ചൻ്റെ കവി ജോസഫ് സാറിൻ്റെ മൃതസംസ്കാരത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ സ്വന്തമായ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവാണ്. പിതാവ് വളരെ ത്യാഗപൂർവ്വമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വൈകുന്നേരം സിനഡ് തീർന്നതേ ഉള്ളൂ. പിതാവ് ജോസഫ് സാറിൻ്റെ ഒരു അയൽക്കാരനും അതുപോലെ അടുത്ത കാലങ്ങളിൽ ഒന്നിച്ച് പഠിച്ചിട്ടൊക്കെയുള്ള ആളുകളുമാണ്. അഭിമന്യ പിതാവ് വളരെ ത്യാഗം സഹിച്ച് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും നമ്മുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത പിതാവിന് പ്രത്യേകം ഇവിടെ എല്ലാവരുടെയും പേരിൽ പിതാവിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഒത്തിരിയധികം വൈദികരും സന്യസ്തരും വന്ന് പ്രാർത്ഥിക്കുകയും രാഷ്ട്രീയ അധികാരികൾ ഇതിൽ പങ്കുചേരുകയും അവരുടെ അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. അതുപോലെ ഈ തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുവാനായിട്ട് ഏറ്റവും അധികം ഉത്സാഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും അതുപോലെ സന്യസ്തർക്കും CMI സഭയിലെ വൈദികർക്കും ഈ ഇടവക സമൂഹത്തിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥനാപൂർവ്വം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശ്വാസം നൽകിയിടുന്നു ശുദ്ധാത്മാവിൻ
പ്രഭയിൽ ഞാനൊളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. സഖിതാൻ തന്നെ സർവദായൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം കാട്ടുഗ്രമടിക്കിലും ഇരുൾ കാനത്തിടിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആയുഷ്കാലത്തിനന്തം ചേർന്നാത്തി പൂണ്ട നേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയമേ താൻ മാത്രം ആ നേരത്തും എന്നെ ആഴം കാടത്തും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹിക്കും മാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടെൻ ദൈവമേ നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ
ദൂതർ വിളിക്കുന്നേ നിന്നോടെൻ ദൈവമേ, നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആകാശമാർഗമായി മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടെൻ ദൈവമേ, നിന്നോടെൻ ദൈവമേ ഞാൻ ചേർന്നിടും. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.
പാപി എന്മേൽ വസിപ്പാ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും എല്ലാം യേശുവോടും ചെന്ന് ചൊല്ലിടും
കേൾക്കും. നൊമ്പരമേറെ സഹിച്ചും സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ്ക നീ